ഗായിക ഗൗരി ലക്ഷ്മിയുടെ ഒരു സംഗീത ആൽബത്തെക്കുറിച്ചാണ്. മുറിവ് എന്ന പേരിൽ ഒരു റാപ്പ് സോങ് ഇറങ്ങിയിരുന്നു. അതിൽ ഗൗരി ലക്ഷ്മിക്ക് അവരുടെ ചൈൽഡ്ഹുഡിൽ നേരിട്ടിട്ടുള്ള അബ്യൂസുകളിലാണ് അതിൻ്റെ പ്രമേയം. അവർ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, തനിക്ക് നേരിട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ മുറിവ് എന്ന റാപ്പ് സോങ് വലിയ തരത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഗാനത്തിന് താഴെയൊക്കെ വളരെ അരോചകമായ കമൻറ്റുകൾ കാണുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രമോദ് സാർ, ഇപ്പോൾ കല എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിരോധമാണ്. നമ്മൾ പുതിയ കാലത്ത് കാണുന്നുണ്ട് നാടകങ്ങൾ, എഴുത്തുകൾ, നൃത്തം, സംഗീതം എല്ലാം. അപ്പം ഗൗരി ലക്ഷ്മിയുടെ ആ വർക്കിനെ ഞാനും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു സംഭവം ഒരുപക്ഷെ ഗൗരിയുടെ ആ വരികളിൽ ഉണ്ടാകും. അപ്പോൾ ഈ വരികളും പാട്ടുമൊക്കെ ആരെയാണ് ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നത്? അത് വലിയ ചോദ്യമാണ് രേഷ്മ. കാര്യം ആ ആൽബം, ആ മ്യൂസിക്കൽ ആൽബം ഒന്ന് കാണുക എന്നതാണല്ലോ നമ്മൾ അതിനകത്തൊരു ചെയ്യേണ്ട ഒരു കാര്യം. ഞാനത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലെങ്കിലും അത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ വ്യക്തിപരമായ ഒരു അനുഭവം അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ആ വാക്കുകൾ കൊണ്ടും അവരുടെ ആ പ്രസൻറ്റേഷൻ കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യം പോലും ഇല്ലാത്ത വിധം അതിനകത്ത് എവിഡൻ്റാണ്. അത് മാത്രമല്ല, അത് സംഗീതപരമായിട്ടും അതിൻ്റെ രചന കൊണ്ടും അതിൻ്റെ പ്രസൻറ്റേഷൻ കൊണ്ടും, നമ്മളതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല, അതിലെ വിഷ്വലൈസേഷൻ കൊണ്ടും എല്ലാം തന്നെ മികച്ച ഒരു അനുഭവമാണ് ആൽബം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആളുകളുടെ ചിന്തയിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്താ പറയുക, ഇതിനോടൊരു എതിർപ്പ് എന്ന നിലയിൽ എപ്പോഴും വരുന്നത് ഒരു മാൻഹുഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ്. ഇതൊരു വുമൺഹുഡിൻ്റെ ഒരു പ്രശ്നമായിട്ട് അതിന് നേരെ എതിരായിട്ട് പറയേണ്ടതും ചെയ്യേണ്ടതും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടതും പുരുഷന്മാരാണ് എന്ന തരത്തിലുള്ള ഒരു മുൻധാരണ ആദ്യമേ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിനോട് എതിർക്കാൻ നിൽക്കുന്ന ആളുകൾ ആരാണ്? അവർ മാത്രമല്ല, ഇതിനോട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവനെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്ന ആളുകൾ പോലും ആയിരിക്കും. പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം, ഒരു പെൺകുട്ടി ഹറാസ് ചെയ്യപ്പെട്ടു, മൊളസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ വാർത്തകളിലൊക്കെ അത് വരുമ്പോൾ അവനെ ശരിയാക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള പിന്നെ ആൾക്കൂട്ട വിചാരണയ്ക്ക് തയ്യാറാവാൻ ആഹ്വാനം ചെയ്യുന്ന ആളുകൾ പോലും ആയിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇതെന്തൊരു കുഴപ്പമാണ്, ഇങ്ങനെയാണോ എല്ലാ ആണുങ്ങളും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അത് ഗൗരി ലക്ഷ്മി പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഇതിനെ എതിർക്കാൻ വരുന്ന ആളുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ മറ്റൊരു വശത്ത് പിന്നെ വലിയ മോറലായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ട് ഇതിനോട് തർക്കിക്കാനും വരുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എത്രയധികം ഇതിപ്പോൾ കേവലം ഇപ്പോൾ ഗൗരി ലക്ഷ്മി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംഗതി എന്തോ പുതുതായിട്ട് വന്നൊരു സംഗതി പോലെയല്ല. ഗൗരി ലക്ഷ്മി അവരുടേതായിട്ടുള്ള രീതിയിൽ ആ അനുഭവം പറഞ്ഞു ഒരു സോങ്ങിലൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലോകത്തെമ്പാടും എത്രയധികം ഗാനങ്ങൾ സമാനമായി വന്നിട്ടുണ്ട്. ഏത് കാലഘട്ടം തൊട്ട് പിന്നെ റോക്കിലും പോപ്പിലും ഒക്കെ തന്നെ എത്ര ഗാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഈ എന്താ പറയുക, ഓരോ തരത്തിലുള്ള കമ്മ്യൂണിറ്റി അനുഭവങ്ങളുടെ ഭാഗമായിട്ടും ഇൻഡിവിജ്വലായിട്ടുള്ള അനുഭവങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഡോണയുടെ തന്നെ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗേൾ എന്ന് പറയുന്ന ഗാനമുണ്ട്. അതുപോലെ നൺ ഓഫ് യു ബിസിനസ് എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഗാനങ്ങൾ ഏത് കാലഘട്ടം തൊട്ടാണ് 90-കൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു പാരമ്പര്യം അതിനകത്തുണ്ട്. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. കാരണം ഇതൊരു പുതിയ സംഗതിയേ അല്ല. ഇതിനോട് ആ പെൺകുട്ടിയോട്, ഗൗരി ലക്ഷ്മിയോട് ഇതിൻ്റെ പേരിൽ അവരെ തെറി പറയുക, അവരെ മോശമായിട്ട് ഇതാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ പറയുന്ന ഒരു തരത്തിലുള്ള ചിന്തയും അവരുടെ പരിസരത്തെങ്ങും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനകത്ത് ഒരു അമിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരുഷനെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതിയോ ഒന്നുമില്ല. വളരെ കൃത്യമായി, മാത്രമല്ല അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു പെൺകുട്ടിയെയോ ഒരു സ്ത്രീയെയോ തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ 10-30 വയസ്സ് കഴിഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. 8ാമത്തെ വയസ്സ് മുതൽ അവർ അനുഭവിച്ച ആ പ്രശ്നത്തെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിനകത്ത് അത് ഉന്നയിക്കുന്നതിനും ഈ രീതിയിലുള്ളൊരു സോങ്ങായി കൊണ്ടുവന്നിട്ട് എന്താ പറയുക, അതിനകത്തൊരു റെബല്യൻ കാണിക്കുന്നതിനും ഒരു തെറ്റുമില്ല. അത് അങ്ങനെയാണ് വേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ഗൗരി ലക്ഷ്മിയുടെ ഈ സംഭവത്തിന് ശേഷം 2-3 ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കുറേ കമൻറ്റുകൾ ഇപ്പോഴാണ് വന്നിട്ട് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെയാണ്.
വീട്ടിലാരും ഇല്ലായിരുന്നു, നിനക്ക് പറയാമെന്നൊക്കെ വളരെ മോശമായി. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ ചൈൽഡ് അബ്യൂസ് എന്നുള്ളൊരു വിഷയത്തോട് എത്ര അപക്വമായിട്ടാണ് നമ്മുടെ ജനത പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എത്ര മോശമായിട്ടാണ്, എത്ര മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ എന്താണ് ചൈൽഡ് അബ്യൂസ്, അതിനുശേഷം അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ എന്താണ്, ഒരു ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ആ വിഷമം പേര് നടക്കുന്ന മനുഷ്യരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സൊസൈറ്റി തോറ്റുപോയൊരു മനുഷ്യരാണ്. അല്ല, മലയാളികളുടെ പൊതു സൈക്ക് അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ഇവിടെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൊസാർ പറഞ്ഞല്ലോ, അവനെ ഇങ്ങനെ ഇറക്കി വിട് എന്ന് ഗൗരിലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. ഇതിപ്പോൾ ഒരു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയെ പിടിക്കുകയാണ്. പ്രതി എന്ന് പറഞ്ഞാൽ ആരോപണ വിധേയം മാത്രമാണ്. അയാൾ അറസ്റ്റ് ചെയ്താൽ ഇനി അവനെ കൊണ്ടുപോയി ജയിലിലിട്ട് ബിരിയാണി കൊടുത്ത് അവനെ കൊഴുപ്പിക്കും. ഗോവിന്ദച്ചാമിയെ കണ്ടില്ലേ, ഗോവിന്ദച്ചാമി പിടിയിലാവുമ്പോൾ മെലിഞ്ഞിരുന്ന ആളാണ്, ഇപ്പോൾ തടിച്ചിരിക്കുന്നു, അവനെ പുറത്തേക്ക് ഇറക്കി വിടും, ഞങ്ങൾ കൈകാര്യം ചെയ്യാം. ഇതൊരു ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. ഇത് നമ്മളെല്ലാ വാർത്തയുടെയും കമൻറ്റ് ബോക്സിനിടയിൽ നമ്മൾ കാണാറുള്ള സാധനമാണ്. ഇതേ ആളുകൾ തന്നെയാണ് ഈ ഗൗരിലക്ഷ്മി ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന് തെറി വിളിക്കുന്നത് ഇതേ ആൾക്കാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ തോട്ട് പ്രോസസ് എന്താണെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഗൗരിലക്ഷ്മി പറയുന്നത് ശരിയാണെങ്കിൽ അതേ ആൾക്കാർ തന്നെയാണല്ലോ ഈ തെറി വിളിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ തോട്ട് പ്രോസസ് എന്താണ്? ഇവരുടെ പ്രശ്നം അതൊന്നുമല്ല. ഇവരുടെ പ്രശ്നം സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നത്. അതായത് ഈ തെറി വിളിക്കുന്ന ആൾക്കാരുടെ മനഃശാസ്ത്രമാണ്. അവർ സ്ത്രീകൾ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവൻ പോയി അത് ചെയ്തു, ഇനി നിങ്ങൾ അവനെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയി വലുതാക്ക്, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ. ഒരു വരത്തൻ സിനിമയിലെ പ്രശ്നമുണ്ടല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു കുട്ടികൾ ഉപദ്രവിച്ചെന്നവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ ഒരു മനഃശാസ്ത്രം ഓൾറെഡി കേരളത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിഭീകരമായ തോതിൽ സ്ത്രീ വിരുദ്ധത ഗ്ലോബലി വളരുന്നുണ്ട്, കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കേരളത്തിൽ പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ കുട്ടികൾക്കിടയിൽ തന്നെ സ്ത്രീ വിരുദ്ധത വലുതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ പ്രത്യേകിച്ചും ഓൺലൈൻ കണ്ടന്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ തോതിൽ സ്ത്രീ വിരുദ്ധതയുണ്ട്. അത് എന്തുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഫെമിനിസത്തോടുള്ള ഒരു ഓവർ റിയാക്ഷനായിട്ട് എനിക്ക് അതിന് തോന്നുന്നുണ്ട് പലപ്പോഴും. അങ്ങനെയാണ് നമ്മൾ അതിനുള്ള ഈ കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഫെമിനിസത്തോടുള്ളൊരു ഓവർ റിയാക്ഷൻ. ഇടപെട്ടോട്ടെ, അതിൽ ഓവർ റിയാക്ഷൻ എന്നതിനപ്പുറത്തേക്ക് ഫെമിനിസം എന്താണ് കൃത്യമായി മനസ്സിലാക്കാത്തവരാണ് ഈ ഓവർ എന്ന് പറഞ്ഞത്. ഈ റിയാക്ഷൻ എന്നല്ലേ പറയാം, അതുകൊണ്ടാണ് ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അതിനോട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അനുപാതത്തിൽ കൂടുതലായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടാണ് ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ റിയാക്ഷൻ കൂടി ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫെമിനിസത്തെ തെറി വിളിക്കുക എന്നുള്ളൊരു ഫാഷനായി പുതിയ കുട്ടികൾ പലരും ഞാൻ അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. പുതിയ കുട്ടികൾ മാത്രമല്ല, പഴയ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു, ഞാൻ ഈ ഗൗരിലക്ഷ്മിയുടെ ഈ പാട്ടിനെ കുറിച്ച് കണ്ട വളരെ രസകരമായ ഒരു കമൻറ്റ്. ഗൗരിലക്ഷ്മിയുടെ ലക്ഷ്മി എന്നല്ല, ഗൗരിലക്ഷ്മിയുടെ ഈ പാട്ടിൽ കലാപരമായ മൂല്യം കുറവാണ് എന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. ഈ കാര്യം പുരോഗമനവാദികൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയുള്ള പാട്ടോ എന്ത് കലാരൂപമോ ആണെങ്കിലും അതിന് നിലവാരമില്ലെങ്കിലും അത് സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് കലാപരമായ നിലവാരമില്ലാത്തതുകൊണ്ട് അതിനെ വിമർശിക്കപ്പെട്ടത് കണ്ടു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുപയോഗിച്ച സങ്കേതം റാപ്പാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? റാപ്പിൻ്റെ ഉത്ഭവം അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻ വംശജരുടെ പ്രതിരോധമായിട്ട് ഉയർന്നു വന്നൊരു കലാരൂപമാണ്. അതിന് നിയതമായ താളങ്ങളോ അല്ലെങ്കിൽ നിയതമായ ശാസ്ത്രീയ സംഗീതമല്ലോ, റാപ്പ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമല്ല. ഇത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു വിമർശനം മുന്നിൽ വെച്ചപ്പോൾ ഗൗരിലക്ഷ്മിയുടെ പരിശോധിച്ചപ്പോൾ റാപ്പിൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡാബ്സി അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മലയാള ഭാഷയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ ഘടന, വാചഘടന റാപ്പിന് പറ്റിയതല്ല. അത് ഇംഗ്ലീഷ് പോലെ മലയാള ഭാഷയുടെ ഘടന അതിന് വഴങ്ങില്ല. അപ്പോൾ ഇപ്പം മലബാറിൽ നിന്നുള്ള കുറേ അധികം റാപ്പർമാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരതിൻ്റെ ലിറിക്സ് തന്നെ മാറ്റി, ലിറിക്സിൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങ് മാറ്റി. അതായത് സംസ്കൃതം കലർന്ന മലയാളം ഒരിക്കലും റാപ്പിന് പറ്റില്ല എന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വളരെ ഗ്രാമ്യമായ പ്രാദേശികമായ വാക്കുകൾ കൊണ്ടാണ് റാപ്പിനുണ്ടാകുന്നത്. ഭയങ്കര മനോഹരമായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് സ്വീകാര്യത്തിനാണ്. ഇപ്പോൾ തല്ലുമാലയിലെ സോങ്ങുകൾ തന്നെ നോക്കുക. അപ്പോൾ എന്താണ് മഞ്ജീര ചിഞ്ചിതം എന്നൊക്കെ വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. പകരം അവരെന്ത് ചെയ്യുന്നു, വേറെ രീതിയിലുള്ള ഗ്രാമ്യമായ അല്ലെങ്കിൽ പ്രാദേശികമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനെ അട്ടിമറിക്കുകയാണ്. അതൊരു തരം അട്ടിമറിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൗരിലക്ഷ്മിയുടെ ലിറിക്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഒരു തനി സംസാരിക്കുന്ന ഒരു മലയാളത്തിൽ കാര്യം ഇങ്ങനെ പറയുകയാണ്. അതൊരു മുദ്രാവാക്യം വിളിയായി മാറുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് കല മുദ്രാവാക്യമാണെന്ന് വെച്ചാൽ ചില സമയത്ത് മുദ്രാവാക്യമൊക്കെ ആവും, അത് കുഴപ്പമൊന്നുമില്ല. ചില സിറ്റുവേഷനിൽ അത് മുദ്രാവാക്യമൊക്കെ ആവും. അങ്ങനെ കലാപരമായിട്ട് ഞാൻ നല്ലതോ മിച്ചത്തെയൊന്നും പറയല്ല. പക്ഷേ ഗൗരിലക്ഷ്മിക്ക് പറയാനുള്ള കാര്യം, അവർ റാപ്പ് എന്നൊരു സംഗീതത്തിലൂടെയാണ് പറയുന്നത്. അത് അങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇതുവരെ എന്താണ് പ്രമദവനം വീണ്ടും കേട്ട് ആസ്വദിച്ചിരുന്ന ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെയും വരാലോ.
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി എന്ന് പറയുന്ന ഒരു മനോഹാരിത ഈ വാക്കുകൾക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ മനോഹരമായി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ പ്രധാന പ്രശ്നം വളർന്നു വരുന്ന സ്ത്രീവിരുദ്ധത തന്നെയാണ്. അത് നമ്മൾ ഈ മീ ടു ക്യാമ്പയിൻ രൂക്ഷമായ സമയത്ത് ഞാൻ പറയുന്ന അതിന് പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ മീ ടു ക്യാമ്പയിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർ അനോണിമസ് ആയിട്ട് വന്നിട്ടാണ് വിളിച്ച് പറയുക. അനോണിമസ് ആയിട്ട് വന്നൊരു പേരെടുത്ത് പറഞ്ഞ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ അതങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്ന ചിലർ, അവർക്ക് രംഗത്ത് വന്നുകൂടെ എന്ന് പറയുന്ന ചിലർ, പിന്നെ 10 വർഷത്തിന് ശേഷം എന്തിനിപ്പോൾ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ ഒരുപാട് ഡിബേറ്റ്സ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഇതുവരെ അർത്ഥത്തിൽ ഗൗരിലക്ഷ്മിയുടെ ഒരു മീറ്റുമാണ്. തനിക്ക് ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അവർ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും എല്ലാ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണത്. അവരത് തുറന്നു പറയുകയാണ്. അതിന് മുദ്രാവാക്യ സ്വഭാവമാണോ, അവർ പറഞ്ഞ ഭാഷ നല്ലതാണോ, അതല്ല അവരുടെ അതിനെ അങ്ങനെ തന്നെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. യെസ്, കല എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രതിരോധമാണ്. ആ നിലയ്ക്ക് ഗൗരിലക്ഷ്മിയുടെ ശബ്ദം ഇനിയും ഉയർന്നു കേൾക്കട്ടെ. ഗൗരിലക്ഷ്മിക്ക് എല്ലാവിധ പിന്തുണയും. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.